ഞാനിപ്പോൾ ശ്രീ ജോസഫ് ആന്റണിയോട് ചോദിച്ച ആ ചോദ്യമുണ്ടല്ലോ, അതായത് ഈ പ്രീ കണ്ടീഷൻസ് പോലും വെക്കുന്നത് ഇറാനാണ്, അല്ലാതെ അമേരിക്കയല്ല. ഓരോ ദിവസവും നമുക്ക് ഡൊണാൾഡ് ട്രംപ് സമൂഹ മാധ്യമത്തിൽ അദ്ദേഹത്തിന്റെ ട്രൂത്ത് സോഷ്യലിൽ ഓരോ പോസ്റ്റുകൾ ഇടുന്നത് നമ്മൾ കാണാറുണ്ട്. പക്ഷേ തൊട്ടടുത്ത ദിവസം തന്നെ അതിൽ നിന്ന് ഫ്ലിപ്പ് ചെയ്യുന്ന ഒരു അമേരിക്കൻ പ്രസിഡന്റാണ്. പല പോസ്റ്റുകളും നമുക്ക് വായിക്കാൻ പോലും കഴിയില്ല. സഭ്യമായ ഭാഷ പോലുമല്ല അതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഇത്രയും മുമ്പോട്ട് പോയിട്ടും, ഈ യുദ്ധം ഇത്രയും ദിവസം പിന്നിട്ടിട്ടും അതിൽ കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത്, പറയുന്നത് ഇറാനാണ് നിൽക്കുന്നത്, മേൽക്കൈ ഇറാനാണ്. അത് യുദ്ധത്തിൽ തന്നെ എങ്ങനെയാണ് പോയെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ട്രംപ് ആദ്യം മുന്നോട്ട് വെച്ച പല കണ്ടീഷൻസിൽ നിന്നും വിട്ടുവീഴ്ച വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ന്യൂക്ലിയർ പവറിൻ്റെ യുറേനിയം എൻറിച്ച്മെൻറ്റിൻ്റെ കേസിൽ ആദ്യം പറഞ്ഞത് ഒരു തരത്തിലുള്ള യുറേനിയം എൻറിച്ച്മെൻറ്റ് നടക്കില്ല, മൊത്തത്തിൽ നിങ്ങൾ മറന്നേക്കുക എന്നാണ്. പക്ഷേ ഇപ്പോൾ പറയുന്നത് ഒരു പക്ഷേ പീസ്ഫുൾ പർപ്പസസിനായിട്ടുള്ള യുറേനിയം എൻറിച്ച്മെൻറ്റിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. ബലിസ്റ്റിക് മിസൈൽ പ്രോഗ്രാം പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കണം, പൊടി പോലും ശേഷിപ്പിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ ട്രംപ് ഇപ്പോൾ പറയുന്നത് ബലിസ്റ്റിക് മിസൈലിൻ്റെ റേഞ്ചിനെ കുറിച്ചും അതിൻ്റെ എണ്ണത്തിലും നമുക്കൊരു ലിമിറ്റ് വെക്കാം, ബാക്കി കാര്യം പിന്നീട് നോക്കാം എന്നാണ് പറയുന്നത്. അങ്ങനെ പല കാര്യത്തിലും വിട്ടുവീഴ്ച ട്രംപിനെ പോലെ ഒരാൾ വരുത്തണമെങ്കിൽ അതിൻ്റെ അർത്ഥം തീർച്ചയായിട്ടും ഇറാനാണ് മേൽക്കൈ എന്നുള്ളതാണ്. ഡാമേജിൻ്റെ കേസിലല്ല. ഇപ്പം നമ്മൾ എങ്ങനെ നോക്കിയില്ല, ഇപ്പം അമേരിക്കയ്ക്ക് ഈ യുദ്ധത്തിന് കയറിയതിന് ശേഷം മൊത്തം ഒരു $3000 കോടി നഷ്ടമാണ് ഇൻ്റർസെപ്റ്ററും ലോജിസ്റ്റിക്സും മിസൈൽസും ഒക്കെ ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ളത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം നഷ്ടം എന്ന് പറഞ്ഞാൽ 14,000-15,000 കോടി, 5 ഇരട്ടി നഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ബിൽഡിങ്സ്, ആളുകൾ, മെഡിക്കൽ ഫെസിലിറ്റീസ് ഒക്കെ തകർക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇറാൻ ഒരു അണ്ടർഡോഗാണ്. നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല, അമേരിക്കയും പ്രതീക്ഷിച്ചിരുന്നില്ല ഒരാഴ്ച 2 ആഴ്ച കൊണ്ട് തൂത്തുവാരി തിരിച്ചു വരാം എന്ന് കരുതിയെങ്കിൽ ഇത്രയും നാളും പിടിച്ചു നിൽക്കുമെന്നും ഇത് ലോകത്തെ മൊത്തം പിടിച്ചു കുലുക്കുമെന്നും ഒരിക്കലും ട്രംപ് കരുതിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു പെർസെപ്ഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രംപിനൊരു പരാജയമാണ്. രണ്ടാമത്തെ കാര്യം, ട്രംപ് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം പാർട്ടിയിൽ ഉൾപ്പെടെ നടക്കുന്നു. ഒന്ന്, ഈ വാറിൻ്റെ കോസ്റ്റ്. ഇപ്പോൾ അമേരിക്ക ഒരു $31 ട്രില്യൺ എക്കോണമിയാണ്, ലോകത്തെ ഏറ്റവും വലിയ എക്കോണമിയാണ്. പക്ഷേ അവരുടെ പൊതുകടം എന്ന് പറയുന്നത് 39 ട്രില്യണാണ്. ഈ യുദ്ധം തുടരും തോറും ഓരോ ദിവസവും ആ പൊതുകടം ഉയരുകയാണ്. പൊതുകടം, ഡെറ്റ് ടു GDP റേഷ്യോ എന്ന് പറഞ്ഞ ഒന്നുണ്ട്. ട്രംപിൻ്റെ ഇപ്പോൾ അമേരിക്കയുടെ ഡെറ്റ് ടു GDP റേഷ്യോ 125%-ലേറെയാണ്. അതായത് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ സമയത്ത് എങ്ങനെയായിരുന്നു അമേരിക്കയുടെ അവസ്ഥ, ആ അവസ്ഥയിലേക്ക് ട്രംപ് കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. അതൊരു കാര്യം. അതിൻ്റെ പേരിൽ അദ്ദേഹം പ്രശ്നം അനുഭവിക്കുന്നു. ഓരോ ദിവസവും ഏകദേശം $800 മില്യൺ മുടക്കിയാണ് ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, അദ്ദേഹത്തിന് ഈ ഇലക്ഷനിൽ പ്രസിഡന്റ് ആക്കിയ പലരും, ഉദാഹരണം കൃത്യമായിട്ട് പറയാം, ഇപ്പം ജേർണലിസ്റ്റായിട്ടുള്ള ടക്കർ കാൾസൺ ഫോക്സ് ന്യൂസിൽ നിന്ന് ട്രംപിന് വേണ്ടി ഘോരഘോരം വാദിച്ച് അദ്ദേഹത്തെ പ്രസിഡന്റ് ആക്കാൻ സഹായിച്ചു. കറുത്ത വർഗ്ഗക്കാരിയെ കാൻഡസ് ഓവൻസ് പോഡ്കാസ്റ്റുകൾ വഴി കറുത്ത വർഗ്ഗക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്ത് ട്രംപിന് വോട്ട് ചെയ്യിപ്പിച്ചു. ചാർലി കിർക്ക് എന്ന് പറഞ്ഞ യുവാവ് കോളേജുകൾ തോറും കയറി ഇറങ്ങി അദ്ദേഹത്തിന് വേണ്ടി വാദിച്ച് വോട്ട് പിടിച്ചു. അലക്സ് ജോൺസ് എന്ന് പറഞ്ഞ ഒരാൾ, അദ്ദേഹം ഒരു യൂട്യൂബറാണ്, ഒരുപാട് ട്രംപിന് വേണ്ടി വാദിച്ച് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വരെ ഡിലീറ്റ് ആയിപ്പോയി. ഈ പറയുന്ന എല്ലാ വ്യക്തികളും ട്രംപിനെ തള്ളി പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ തള്ളി പറയുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാകുന്നത് ഇവരുടെ ഓഡിയൻസ് ട്രംപിൻ്റെ ഓഡിയൻസ് തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വോട്ടുകൾ, ഇന്നൊരു ഇലക്ഷൻ നടന്നു കഴിഞ്ഞാൽ ട്രംപ് തവിടുപൊടിയാവും. ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തി, അതും ട്രംപിനറിയാം. അതുകൊണ്ട് മാനസികമായിട്ടും തളർന്നും തന്നെ ഇരിക്കുകയാണ്. അങ്ങനെയുള്ള പല സിറ്റുവേഷനും ഉണ്ട്. പിന്നെ ലോകത്തെ മൊത്തം പിടിച്ചു കുലിക്കുന്നതുകൊണ്ട് അമേരിക്കയ്ക്ക് മോശമായൊരു ഇമേജ് വന്നിരിക്കുന്നു. ഡോളറൈസേഷൻ. ഡോളർ ശരിയാണ്, യുദ്ധം നടക്കുന്ന ഏത് സമയത്തും ഡോളറിന് മൂല്യം കൂടും, പവർ കൂടും. പക്ഷേ ഡോളറൈസേഷനിലേക്ക് പല രാജ്യങ്ങളും പോയിട്ടുണ്ട്. നമ്മൾ തന്നെ എത്ര പേർക്കറിയാം, UAE-യുമായിട്ട് ഇപ്പം നമ്മൾ ട്രേഡ് നടത്തുന്നത് ദിർഹത്തിലും ഇന്ത്യൻ രൂപയിലുമാണ്. ഇന്ത്യ UPI ഇൻ്റഗ്രേഷൻ നടത്താനിരുന്നതിൻ്റെ പ്രധാന കാരണം ഡോളറിൽ നിന്ന് മാറാനാണ്. ഖത്തറുമായിട്ടും UAE രാഷ്ട്രങ്ങളുമായിട്ടും നമ്മൾ ഡോളറൈസേഷൻ്റെ ഭാഗമായിട്ട് UPI ഇൻ്റഗ്രേഷൻ നടത്തി. അങ്ങനെ പല രാജ്യങ്ങളും തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് ആകെ അമേരിക്കയ്ക്കുള്ളൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങൾക്കൊരു ദോഷമുണ്ടായി എന്നുള്ളതാണ്. കാരണം ഗൾഫ് രാജ്യങ്ങളിൽ നിന്നായിരുന്നു 80% അല്ലെങ്കിൽ 70% ഈ പറയുന്ന LNG-യും LPG-യും ഫെർട്ടിലൈസേഴ്സും ഒക്കെ വന്നുകൊണ്ടിരുന്നത്. പക്ഷേ അതിനി മാറും. ഇപ്പം തന്നെ 40ഓളം രാജ്യങ്ങളാണ് അമേരിക്കയുമായിട്ട് കോൺട്രാക്ട് ഒപ്പുവെച്ചിരിക്കുന്നത് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് അടച്ചതിന് ശേഷം. കാരണം ഇനി ഓയിൽ കിട്ടുമോ, LPG കിട്ടുമോ, LNG കിട്ടുമോ എന്നുള്ള സംശയം കാരണം അങ്ങോട്ട് പോയി ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ, ഇന്ത്യ, ഇന്തോനേഷ്യ, ജപ്പാൻ, സൗത്ത് കൊറിയ ഇവരെല്ലാം മാറി തുടങ്ങി, ഡൈവേഴ്സിഫൈ ചെയ്തു. അത് അമേരിക്കയ്ക്ക് ഒരു ഗുണമായെന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റ് പല രീതിയിൽ നോക്കിക്കഴിഞ്ഞാലും പരാജയപ്പെട്ടു എന്നുള്ളത് ട്രംപ് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടും കൂടിയാണ് ഒരു ചെറിയ രീതിയിൽ JD വാൻസിനെ വിട്ടത്.
ഇനി ഈ ലെബനോണിലുള്ള സീസ് ഫയർ ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല. അതാണ് ഇറാൻ്റെ ഡിമാൻഡെങ്കിൽ ഈ ചർച്ചയ്ക്ക് ഒരു അവസാനം ഉണ്ടാവില്ല. കാരണം ഇസ്രായേലിനെ നമുക്കറിയാം 2024 ഹെസ്ബുള്ള ലെബനോണുമായിട്ട് സീസ് ഫയർ ഒപ്പുവെച്ചതിന് ശേഷം ഏകദേശം 8,000-ഓളം തവണയാണ് അവിടെ വയലേഷൻ നടത്തിയിട്ടുള്ളത് ഇസ്രായേൽ. ഗാസയുമായിട്ട് 2025 ഒക്ടോബറിൽ ട്രംപ് ഒപ്പുവെപ്പിച്ചൊരു സമാധാന കരാറുണ്ടല്ലോ, സീസ് ഫയർ എഗ്രിമെൻ്റ് ഉണ്ടല്ലോ, അത് 2,000-ഓളം തവണയാണ് ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. എന്തിന്? ഒമാനുമായിട്ട് 3-ാം ഘട്ട ഡിസ്കഷനിൽ പോയി കഴിഞ്ഞാൽ, അതായത് പ്രോഗ്രസ് ഉണ്ടാക്കി 3-ാം ഘട്ടത്തിലെത്തി നിൽക്കുമ്പോഴാണ് ഇറാനിലെ ഖമേനിയെ വധിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ഇസ്രായേലിനെയോ അല്ലെങ്കിൽ അവർക്ക് കൂട്ടു നിൽക്കുന്ന അമേരിക്കയോ എന്തിന് ഇറാൻ വിശ്വസിക്കും, അല്ലെ വിശ്വസിക്കണം എന്നൊരു ചോദ്യമുണ്ട്. അതുകൊണ്ട് ഇറാൻ്റെ കണ്ടീഷൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അമേരിക്ക പറയുന്ന കണ്ടീഷൻസുമായിട്ട് മാച്ച് ചെയ്യുന്നേ ഇല്ല. അത് കണ്ടീഷൻസ് അല്ല, പ്രീ കണ്ടീഷൻസ് ആണ് ഇറാൻ്റെ. അതായത് ഈ ഡിസ്കഷൻ വിജയിക്കണം എന്നുണ്ടെങ്കിൽ, ഒന്ന്, ഞങ്ങളുടെ സാങ്ഷൻസ് മുഴുവൻ എടുത്തു മാറ്റിയിട്ട് സംസാരിക്കാം. 2, ലെബനോണിൽ നിങ്ങൾ ഇസ്രായേലിനോട് യുദ്ധം അവസാനിപ്പിക്കാൻ പറയാം. 3, ഈ യുദ്ധം അവസാനിപ്പിച്ചാൽ മാത്രം പോലെ ഇനിയൊരു വയലേഷൻ ഉണ്ടാകാൻ പറ്റില്ല എന്നുള്ളൊരു അഗ്രിമെൻറ്റും വേണം. ഇത്രയും കാര്യങ്ങൾ മുന്നോട്ട് വെക്കുമ്പം ഈ ഡിസ്കഷൻ ഒരു സമാധാന കരാറായിട്ട് മുന്നോട്ട് വരുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്.